പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം 100 പ്രധാന വാർത്തകൾ അരമണിക്കൂർ. സിൽവർ ലൈൻ പദ്ധതിക്കായി വിദേശ വായ്പ പരിഗണിക്കാൻ കേന്ദ്ര ശുപാർശയെന്ന് മുഖ്യമന്ത്രി. കേന്ദ്ര റെയിൽ മന്ത്രാലയവും നീതി ആയോഗും ശുപാർശ നൽകിയെന്ന നിയമസഭയിൽ മറുപടി. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചർ വകുപ്പും അനുകൂലിച്ചു. സിൽവർ ലൈൻ കല്ലിടാൻ ഇതുവരെ ചെലവായത് 1,33,00,000 രൂപയെന്നും കണക്ക്. നിയമസഭ ഇന്നും പ്രക്ഷുബ്ധമാകും. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമണം പ്രതിപക്ഷം പ്രധാന ആയുധമാക്കും. സ്വർണ്ണക്കടത്ത് കേസിലെ സ്വപ്നയുടെ ആരോപണങ്ങളും സഭയിൽ ഉന്നയിക്കും. പ്രതിപക്ഷ എംഎൽഎമാർക്കെതിരെ പരാതിയുമായി മന്ത്രി സജി ചെറിയാൻ. സഭയിലെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയത് ചട്ടലംഘനമെന്ന് കാണിച്ച് സ്പീക്കർക്ക് പരാതി. പ്രതിപക്ഷം സഭയുടെ അന്തസ്സ് കളയുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ അനാവശ്യം പറഞ്ഞാൽ സഭയിൽ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന് സജി ചെറിയാൻ 24-നോട്. നിയമസഭയിൽ പ്രതിപക്ഷം സകല മാന്യതയും ലംഘിക്കുന്നുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. പ്രതിപക്ഷത്തിന് ഭരണം കിട്ടാത്തതിന്റെ മാനസിക വിഭ്രാന്തിയാണ്. മികച്ച പ്രതിപക്ഷ നേതാവെന്ന് തെളിയിക്കാനുള്ള കളികളാണ് വി.ഡി. സതീശന്റേത്. പ്രതിപക്ഷം കാണിക്കുന്ന തെമ്മാടിത്തരം നോക്കി നിൽക്കില്ലെന്നും മുഹമ്മദ് റിയാസ്. രാഹുൽ ഗാന്ധി എംപിയുടെ ഓഫീസ് ആക്രമണം ചർച്ച ചെയ്യാൻ SFI വയനാട് ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന്. അച്ചടക്ക നടപടി ചർച്ചയാകും. യോഗം ചേരുന്നത് സംസ്ഥാന സെന്ററിന്റെ സാന്നിധ്യത്തിൽ. പോലീസ് അന്വേഷണം വിലയിരുത്താൻ ADGP മനോജ് എബ്രഹാം കൽപ്പറ്റയിൽ തുടരുന്നു. സംഭവ ദിവസം ഡ്യൂട്ടിയിലുണ്ടായ ഉദ്യോഗസ്ഥരോട് വിവരങ്ങൾ അന്വേഷിക്കും. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് പ്രോസിക്യൂഷൻ ഹർജിയിൽ ഇന്ന് വിധി പറയും. ദിലീപ് സാക്ഷികളെ സ്വാധീനിച്ചെന്നും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചെന്നും പ്രോസിക്യൂഷൻ. മെമ്മറി കാർഡ് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജിയിൽ വാദം തുടരും. കണ്ണൂർ സർവകലാശാല നിയമന വിവാദത്തിൽ പ്രതികരിച്ച CPIM നേതാവ് KK രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസ്. പ്രതിപക്ഷത്തിന്റേത് നെറികെട്ട രാഷ്ട്രീയ ആക്രമണം. അക്കാദമിക നേട്ടങ്ങൾ KK രാഗേഷിന്റെ ഭാര്യയായതിനാൽ എന്ന വാദം പുരുഷാധിപത്യ ഭാഷയാണ്. അധ്യാപന പരിചയം ഇല്ലെന്ന വാദം തെറ്റ്. ഡെപ്യൂട്ടേഷൻ കാലയളവിൽ അവ്യക്തതയില്ലെന്നും പ്രിയ വർഗീസ് 24-നോട്. മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവം. വിശ്വാസ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ട ശിവസേന വിമത നേതാക്കൾ ഉടൻ ഗവർണറെ കാണും. 16 വിമത MLA-മാരുമായി സമ്പർക്കമുണ്ടെന്ന ആദിത്യ താക്കറെ. സർക്കാർ രൂപീകരണത്തിനായി മാരത്തൺ ചർച്ചകളുമായി BJP സജീവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് UAE സന്ദർശിക്കും. ജർമ്മനിയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി അബുദാബിയിലെത്തുക. UAEയുടെ പുതിയ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനെ അഭിനന്ദനം അറിയിക്കും. പ്രധാനമന്ത്രിയുടെ 4ാം UAE സന്ദർശനം. അണ്ണാ DMK-യിലെ ഏക നേതൃത്വ തർക്കം തെരുവിലേക്ക്. പനീർശെൽവത്തെ രൂക്ഷമായി വിമർശിച്ച് മുതിർന്ന നേതാക്കൾ. അണ്ണാ DMK ആസ്ഥാനത്ത് സ്ഥാപിച്ചിരുന്ന പനീർശെൽവത്തിന്റെ പോസ്റ്റർ കീറിയെറിഞ്ഞ പ്രവർത്തകർ. കാസർഗോഡ് പ്രവാസി യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രതികളെന്ന് സംശയിക്കുന്ന പൈവളിക സ്വദേശികളായ സംഘം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നതായി സൂചന. കേസിൽ കൊല്ലപ്പെട്ട സിദ്ദീഖിന്റെ സുഹൃത്ത് ഉൾപ്പെടെ 3 പേർ കസ്റ്റഡിയിൽ. യുവനടിയുടെ പീഡന പരാതിയിൽ നടൻ വിജയ് ബാബുവിന്റെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 വരെ എറണാകുളം സൗത്ത് പോലീസ് ചോദ്യം ചെയ്യും. കൊച്ചിയിലെ വിവിധ ഫ്ളാറ്റുകളിൽ എത്തിച്ചുള്ള വിജയ് ബാബുവിന്റെ തെളിവെടുപ്പും തുടരും. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. പുതിയ ആരോപണങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകൾ സ്വപ്ന ഹാജരാക്കിയെന്ന് സൂചന. തെളിവുകൾ പരിശോധിച്ച ശേഷം തുടർ നടപടിയെന്ന് ED. ഗൂഢാലോചന കേസിൽ സ്വപ്ന സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിൽ യോഗം ഇന്ന് ചേരും. അനധികൃതമായ കെട്ടിട നമ്പർ അനുവദിച്ചതിൽ വിശദീകരണം കൌൺസിൽ യോഗത്തിലുണ്ടാകും. ആവിക്കൽ തോടിൽ നടക്കുന്ന ജനകീയ സമരം യോഗത്തിൽ അവതരിപ്പിക്കാനൊരുക്കി UDF. ചലച്ചിത്ര താരം അംബിക റാവു അന്തരിച്ചു. 58 വയസ്സായിരുന്നു. അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്ന് വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. പേരാവൂർ പൂളക്കുറ്റി സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപ തട്ടിപ്പിൽ നടപടിയില്ലെന്ന് ആക്ഷേപം. 400ഓളം നിക്ഷേപകരുടെ 2.5 കോടി രൂപ നഷ്ടമായെന്ന് പരാതി. കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിനെതിരായ പരാതിയിൽ സഹകരണ വകുപ്പ് ഇടപെടൽ നടത്തുന്നില്ലെന്നും ആരോപണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ പഠനം പ്രതിസന്ധിയിൽ. പ്രിൻസിപ്പാൾ ഉൾപ്പെടെ 17ഓളം ഡോക്ടേഴ്സ് വിരമിച്ചിട്ട് 2 മാസം കഴിഞ്ഞിട്ടും പുതിയ നിയമനമില്ല. പഠിപ്പിക്കാൻ ആളില്ലാത്തതിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി വിദ്യാർത്ഥികൾ.
വഖഫ് നിയമനങ്ങൾ PSCക്ക് വിട്ട തീരുമാനം ഈ സഭാ സമ്മേളനത്തിൽ തന്നെ പിൻവലിക്കണമെന്ന ആവശ്യവുമായി മുസ്ലിം സംഘടനകൾ. മുഖ്യമന്ത്രിയുടെ ഉറപ്പിന്മേൽ നടപടികളൊന്നും ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപം. തീരുമാനം സഭയിൽ പിൻവലിക്കുന്ന കാര്യം ഇപ്പോൾ ആലോചിക്കുന്നില്ലെന്ന് മന്ത്രി V. അബ്ദുറഹ്മാന്റെ ഓഫീസ്. പൊതുമരാമത്ത് KCB വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയിൽ പാഴാകുന്നത് കോടികൾ. കോഴിക്കോട് പെരുവണ്ണാമൂഴി ചക്കിട്ടപ്പാറ റോഡിൽ സ്ഥാപിച്ച KCB പോസ്റ്റുകൾ റോഡ് വികസനത്തെ തുടർന്ന് നീക്കം ചെയ്യേണ്ടി വരും. നടപടിയിലൂടെ സർക്കാരിനുണ്ടാകുന്നത് കോടികളുടെ നഷ്ടം. വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയിൽ പരാതിയുമായി CPIM ഭരിക്കുന്ന ചക്കിട്ടപ്പാറ പഞ്ചായത്ത്. അതിരപ്പള്ളി വനമേഖല വെട്ടിത്തെളിക്കുന്നതിനെതിരെ വിമർശനവുമായി പരിസ്ഥിതി പ്രവർത്തകർ. വെള്ളച്ചാട്ടത്തിന് 100 മീറ്ററോളം അകലെയായി തേക്ക് മുറിച്ചു നീക്കുന്നതിന്റെ മറവിൽ മറ്റു മരങ്ങളും മുറിക്കുന്നെന്ന് വിമർശനം. പ്രദേശം ആനത്താരയാണെന്നും മരംമുറി അവസാനിപ്പിക്കണമെന്നും പരിസ്ഥിതി പ്രവർത്തകർ. മരംമുറി നിയമാനുസൃതമാണെന്ന വനം വകുപ്പ്. ഇന്ന് ആരംഭിക്കുന്ന കാലിക്കറ്റ് സർവകലാശാലയുടെ PG മൂല്യനിർണ്ണയ ക്യാമ്പുകൾ സ്വാശ്രയ കോളേജുകളിലെ അധ്യാപകർ ബഹിഷ്കരിക്കും. വേതന കുടിശ്ശിക വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. കുടിശ്ശിക ഇനത്തിൽ 4 കോടിയിലധികം രൂപ കാലിക്കറ്റ് സർവകലാശാല വിതരണം ചെയ്യാനുണ്ടെന്ന് പരാതി. ദേശീയ വാർത്തകൾ. ആൾട്ട് ന്യൂസ് സഹസ്ഥാപകൻ മുഹമ്മദ് സുബൈർ അറസ്റ്റിൽ. മതവികാരം വ്രണപ്പെടുത്തിയെന്ന് ആരോപിച്ച് ഡൽഹി പോലീസാണ് സുബൈറിനെ അറസ്റ്റ് ചെയ്തത്. ഹനുമാൻ ഭക്ത നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ JMM പിന്തുണ ആർക്കാണെന്നതിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ. സന്ദർശനത്തിന് രാഷ്ട്രീയ ലക്ഷ്യമില്ലെന്ന് JMM. ജാർഖണ്ഡ് മുക്തി മോർച്ച ദ്രൗപദി മുർമുവിനെ പിന്തുണച്ചേക്കുമെന്ന് സൂചന. മുംബൈയിൽ വീണ്ടും വൻ മയക്കുമരുന്ന് വേട്ട. 3.5 കോടി രൂപ വിലമതിക്കുന്ന 286 കിലോ കഞ്ചാവ് പിടിച്ചെടുത്ത ലഹരി വിരുദ്ധ സേന. 2 പ്രധാന മയക്കുമരുന്ന് കടത്തുകാർ അറസ്റ്റിൽ. പ്രളയ ദുരിതം തുടരുന്ന അസമിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി സൈന്യം. അസം റൈഫിൾസിന്റെ നേതൃത്വത്തിലുള്ള സംഘം വെള്ളപ്പൊക്ക ബാധിത മേഖലയിൽ കുടുങ്ങിയ 6 ദിവസം പ്രായമുള്ള കുഞ്ഞിനെയും അമ്മയെയും രക്ഷപ്പെടുത്തി. അമ്മയും കുഞ്ഞും സുരക്ഷിതരെന്ന സൈന്യം. ഏക്നാഥ് ഷിൻഡെ അനുകൂലികളുമായി നടന്ന സംഘർഷത്തിൽ ഗുരുതര പരുക്കേറ്റ പാർട്ടി MLA-മാരെ ആശുപത്രിയിലെത്തി സന്ദർശിച്ച ആദിത്യ താക്കറെ. 2 ദിവസം മുൻപാണ് ഷിൻഡെ അനുകൂലികളുമായി റായ്ഘട്ടിലെ കർജാത്തിൽ ശിവസേനയിലെ ഇരുവിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടിയത്. മഹാരാഷ്ട്രയിലെ മഹൈസാൽ ഗ്രാമത്തിൽ 9 പേരുടെ ദുരൂഹ മരണത്തിൽ 2 പേർ അറസ്റ്റിൽ. ഭക്ഷണത്തിൽ വിഷം കലർത്തിയാണ് 9 പേരെയും കൊലപ്പെടുത്തിയതെന്ന് പോലീസ്. അറസ്റ്റിലായവരെ ചോദ്യം ചെയ്യുകയാണെന്നും പോലീസ്. ഒരു കുടുംബത്തിലെ 9 പേരെ വീടിനുള്ളിലും സമീപത്തുമായി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ മാസം 20-ന്. ബോളിവുഡ് സംവിധായകൻ രാം ഗോപാൽ വർമ്മയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ഉത്തർപ്രദേശ് പോലീസ്. NDAയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട വിവാദ ട്വീറ്റുമായി ബന്ധപ്പെട്ടാണ് നടപടി. FIR രജിസ്റ്റർ ചെയ്തതായി കോട്വാലി പോലീസ്. ഇരുചക്ര വാഹനങ്ങൾ മോഷ്ടിച്ച് വിൽപ്പന നടത്തുന്ന അന്തർ സംസ്ഥാന മോഷണ സംഘം ആന്ധ്രാപ്രദേശിൽ പിടിയിൽ. പ്രതികളിൽ നിന്ന് 23 ലക്ഷം വില മതിക്കുന്ന 107 ബൈക്കുകൾ കണ്ടെടുത്തതായി അന്വേഷണ സംഘം. പിടിയിലായ പ്രതികൾ റിമാൻഡിൽ. കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് മധുര ജില്ലാ ഭരണകൂടം. പൊതുസ്ഥലത്ത് മാസ്ക് ധരിക്കാത്തവരിൽ നിന്ന് 500 രൂപ പിഴ ഈടാക്കുമെന്ന് മധുരൈ ജില്ലാ കളക്ടർ. പകർച്ചവ്യാധിക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കളക്ടർ. കർണാടകയിലെ കബ്ബൺ പാർക്കിൽ വളർത്തുനായ്ക്കളെ നിരോധിച്ച ഉത്തരവിൽ പ്രതിഷേധം ശക്തം. ഉത്തരവ് പിൻവലിക്കണമെന്ന് ഉടമകൾ. മൃഗസംരക്ഷണ ബോർഡിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും അടിയന്തര യോഗം വിളിച്ചു ചേർത്ത ഹോർട്ടികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ. നാലുനില കെട്ടിടം തകർന്ന് മുംബൈയിലെ കുർലയിൽ സന്ദർശനം നടത്തി മഹാരാഷ്ട്ര മന്ത്രി ആദിത്യ താക്കറെ. കെട്ടിടം ഒഴിയണമെന്ന് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ അറിയിപ്പുണ്ടായിരുന്നു. ഇത് ലംഘിച്ച് താമസിച്ചവരാണ് അപകടത്തിൽപ്പെട്ടതെന്ന് മന്ത്രി. ഹൈദരാബാദിൽ വ്യാജ തൊഴിൽ റാക്കറ്റുകൾ പിടിയിൽ. തൊഴിൽ ദാതാക്കളെന്ന് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുക്കുകയായിരുന്നു. 4 പേർ അറസ്റ്റിൽ. അഗ്നിപഥ് പദ്ധതിക്കെതിരെ ബീഹാറിൽ പ്രതിഷേധം ശക്തം. നിയമസഭയിൽ പരസ്യ പ്രതിഷേധമുയർത്തി പ്രതിപക്ഷം. മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷം. രാജ്യാന്തര വാർത്തകൾ.
ജോർദാനിൽ വിഷവാതക ദുരന്തം 10 പേർ മരിച്ചു, 250 പേർക്ക് പരുക്ക്. വാതക ടാങ്ക് നിറയ്ക്കുന്നതിനിടെ തകരുകയായിരുന്നു. അഖാബ തുറമുഖത്താണ് അപകടമുണ്ടായത്. അമേരിക്കയിൽ ട്രെയിൻ പാളം തെറ്റി 3 പേർ മരിച്ചു. അപകടത്തിൽപ്പെടുത്ത ലോസ് ഏഞ്ചൽസിൽ നിന്ന് ഷിക്കാഗോയിലേക്ക് പോവുകയായിരുന്ന ട്രെയിൻ. ക്രിമിയയുടെ മേലുള്ള നേറ്റോയുടെ അധിനിവേശം 3ാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവ്. ക്രിമിയ എന്നും റഷ്യയുടെ ഭാഗമാണെന്നും ദിമിത്രി മെദ്വദേവ്. ക്രിമിയ ആക്രമിച്ചാൽ സർവനാശമെന്നും മുന്നറിയിപ്പ്. ബ്രിക്സിൽ ചേരാൻ അപേക്ഷ സമർപ്പിച്ച് ഇറാനും അർജന്റീനയും. അംഗത്വം ഗുണം ചെയ്യുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി. അമേരിക്കയിലെ സാൻ അന്റോണിയയിൽ ട്രാക്ടർ ട്രെയിലറിനുള്ളിൽ 46 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആരോഗ്യനില വഷളായ നിലയിൽ കണ്ടെത്തിയ 16 പേരെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് മാറ്റി. മെക്സിക്കോയിൽ നിന്ന് അമേരിക്കൻ അതിർത്തി കടക്കാനെത്തിയവരാണ് മരിച്ചതെന്നാണ് വിവരം. ബെനിനിലെ പോലീസ് സ്റ്റേഷനു നേരെ വിമതരുടെ ആക്രമണം. 2 പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു, ഒരാൾക്ക് പരുക്ക്. ലിത്വാനിയയിലെ സൈബർ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത റഷ്യൻ ഹാക്കേഴ്സ്. ആക്രമണം നടത്തിയത് റഷ്യയിലെ കാലിനിൻഗ്രാഡ് എൻക്ലേവിലേക്ക് ചരക്ക് കടത്തുന്നത് നിരോധിക്കാനുള്ള തീരുമാനത്തിന് മറുപടിയായി. വരും ദിവസങ്ങളിൽ ഗതാഗതം, ഊർജ്ജം, സാമ്പത്തിക മേഖലകളിൽ സമാനമായ ആക്രമണങ്ങൾക്ക് സാധ്യത. പാശ്ചാത്യ രാജ്യങ്ങളുടെ ദ്രുത പ്രതികരണ സേന വിപുലീകരിക്കുമെന്ന് നേറ്റോ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗ്. സൈനികരുടെ എണ്ണം 3 ലക്ഷമായി വർദ്ധിപ്പിക്കും. നേറ്റോ പ്രതികരണ സേനയിൽ നിലവിലുള്ളത് 40,000 സൈനികർ. ബാൾട്ടിക് കടലിലും നോർത്ത് അറ്റ്ലാന്റിക് മേഖലയിലും 2 കപ്പലുകൾ വിന്യസിക്കുമെന്ന് കനേഡിയൻ പ്രതിരോധ മന്ത്രാലയം. 4 മാസത്തേക്കാണ് കപ്പലുകൾ വിന്യസിക്കുക. നടപടി നേറ്റോയുടെ പ്രതിരോധ നടപടികളെ സഹായിക്കുന്നതിന്റെ ഭാഗമായി. വടക്കൻ ലെബനനിലെ ഗിബ്ബയിൽ 3 നില കെട്ടിടം തകർന്നു വീണു. അപകടത്തിൽ ഒരു കുട്ടി മരിച്ചു, നിരവധി പേർക്ക് പരിക്ക്. അപകടത്തിന്റെ കാരണം വ്യക്തമല്ല. സ്പോർട്സ്. ഇന്ത്യ അയർലൻഡ് 2ാം T20 ഇന്ന്. പരമ്പര സ്വന്തമാക്കാൻ ഇന്ത്യക്ക് ജയം അനിവാര്യം. മത്സരം രാത്രി 9 മാൽഹൈഡേ സ്റ്റേഡിയത്തിൽ. വിംബിൾഡൺ ടെന്നീസിൽ നൊവാക് ജോക്കോവിച്ച് 2ാം റൗണ്ടിൽ. ദക്ഷിണ കൊറിയൻ താരം കാൺ സൂൺ വുവിന്റെ 4 സെറ്റ് നീണ്ട വെല്ലുവിളി അതിജീവിച്ചാണ് ജയം. സ്കോർ 6-3, 3-6, 6-3, 6-4. ന്യൂസിലൻഡിനെതിരായ 3 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പര തൂത്തുവാരി ഇംഗ്ലണ്ട്. അവസാന മത്സരത്തിൽ ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തിയത് 7 വിക്കറ്റിന്. ജോ റൂട്ട് പരമ്പരയിലെ താരം. മുന്നേറ്റ താരം ആന്റണി സാന്റോസിനെ ടീമിലെത്തിക്കാനുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി. താരത്തിന് വിട്ടു നൽകണമെങ്കിൽ 80 മില്യൺ തുക നൽകണമെന്ന് അയാക്സ്. താരത്തിനായി യുണൈറ്റഡ് ബിഡ് ചെയ്യുമെന്ന് റിപ്പോർട്ട്. ജില്ലാ വാർത്തകൾ. ഭിന്നശേഷിക്കാരുടെ സംഘടനയായ TPSK സെക്രട്ടേറിയറ്റിന് മുന്നിൽ റോഡ് തടഞ്ഞു പ്രതിഷേധിച്ചു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി താത്കാലിക ജോലി ലഭിച്ചവരെ പിരിച്ചുവിട്ട നടപടി തിരുത്തണമെന്നാവശ്യം. 50ഓളം വരുന്ന പ്രവർത്തകരാണ് പ്രതിഷേധിച്ചത്. ലഹരിക്കടത്ത് തടയാൻ വിവിധ എൻഫോഴ്സ്മെന്റ് ഏജൻസികളുമായി ചേർന്ന് സംയുക്ത പരിശോധനകളും റെയ്ഡുകളും ശക്തിപ്പെടുത്തിയെന്ന് മന്ത്രി MV ഗോവിന്ദൻ. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് റെയിൽ മാർഗമുള്ള മയക്കുമരുന്ന് കടത്ത് തടയാൻ നടപടികൾ ശക്തമാക്കിയതായും മന്ത്രി. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ പത്തനംതിട്ട അരിവാപ്പുലം ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം ആവടിപ്പാറ ഗിരിജൻ കോളനിയിൽ നടന്നു. കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി സജി ഉദ്ഘാടനം നിർവഹിച്ചു. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കായി പത്തനംതിട്ട മൂഴിയാർ സായിപ്പൻകുഴി ആദിവാസി കോളനിയിൽ പാചക വൈദഗ്ധ്യ പരിശീലനം നൽകി. കുടുംബശ്രീ ജില്ലാ മിഷൻ നേതൃത്വത്തിൽ നടന്ന പരിശീലന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ടി ഈശോ ഉദ്ഘാടനം ചെയ്തു. തിരുവല്ല പെരിങ്ങര പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തിയായ അയ്യനാവേലി ചക്കുളത്തുകാവ് റോഡ് നാടിന് സമർപ്പിച്ചു. മാത്യു ടി തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്തൻ ജോസഫ് അധ്യക്ഷനായി.
ആലപ്പുഴ ജില്ലയിലെ എല്ലാ കോടതി കേന്ദ്രങ്ങളിലുമായി ദേശീയ അദാലത്ത് നടന്നു. കോടതികളിൽ പരിഗണനയിലിരിക്കുന്ന കേസുകളും കോടതിയേതര തർക്കങ്ങളും പരിഹരിക്കപ്പെട്ടു. പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജും ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ ചെയർമാനുമായ EC ഹരിഗോവിന്ദൻ, സബ് ജഡ്ജും ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ സെക്രട്ടറിയുമായ ജലജാറാണി MT എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകി. CPI ആലപ്പുഴ ഭരണിക്കാവ് മണ്ഡലം സെക്രട്ടറിയായി N. ശ്രീകുമാറിനെ തെരഞ്ഞെടുത്തു. പത്തിയൂരിൽ നടന്ന മണ്ഡലം സമ്മേളനത്തിലാണ് തീരുമാനം. മൂവാറ്റുപുഴ നഗരസഭയിലെ മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സുകളുടെ വാടക വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം S. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ EC റോഡിൽ നിർത്തിയിട്ടിരുന്ന ബൊലേറോയ്ക്ക് തീപിടിച്ചു. സീമാസിന് സമീപം വൈകിട്ട് 6:30ഓടെയാണ് സംഭവം. ഷോർട്ട് സർക്യൂട്ടാണ് കാരണം. മൂവാറ്റുപുഴ അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു. ഗുരുവായൂർ ദേവസ്വം വാദ്യകലാ വിദ്യാലയത്തിൽ പ്രവേശനോത്സവം നടന്നു. പ്രശസ്ത വാദ്യകലാകാരൻ പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായി. CPIM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവകേരള വികസന സദസ്സ് സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി PG സുബിദാസ് അധ്യക്ഷനായി. വൈബ്സ് മീഡിയ കുന്നംകുളത്തിന്റെ നേതൃത്വത്തിൽ ഗാനരചയിതാവും കവിയുമായ ഹരിനാരായണനെ ആദരിക്കും. ജൂലൈ 2 കുന്നംകുളം വ്യാപാര ഭവനിൽ സ്പീക്കർ MP രാജേഷ് ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തൃശൂർ കൊരട്ടിക്കരയിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. കാർ ഡ്രൈവർ ഞാങ്ങാട്ടിരി സ്വദേശി മുഹമ്മദ് ഷാഫിയാണ് മരിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. തൃശൂർ ജില്ലയിൽ ഏറ്റവും വലിയ ഹൈടെക് അംഗൻവാടി ഒരുക്കി പുന്നൂർക്കളം പഞ്ചായത്ത്. 6 സെന്റ് ഭൂമിയിലാണ് ശിശു സൗഹൃദ അംഗൻവാടി നിർമ്മിച്ചത്. 30 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. തിരുവാതിര ഞാറ്റുവേലയോടനുബന്ധിച്ച് കേരള കാർഷിക സർവകലാശാല വിജ്ഞാന വ്യാപന ഡയറക്ടറേറ്റ് ഒരുക്കുന്ന ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം മാടക്കത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര നിർവഹിച്ചു. ചന്ത ആരംഭിച്ചത് മണ്ണുത്തി കാർഷിക സങ്കേത വിജ്ഞാന കേന്ദ്രത്തിൽ. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ വാതിൽപ്പടി സേവനം പദ്ധതി പരിശീലന ശില്പശാലയ്ക്ക് തുടക്കമായി. പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ആശാപ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, അംഗൻവാടി ഹെൽപ്പേഴ്സ്, സന്നദ്ധ പ്രവർത്തകർ എന്നിവർക്ക് 2 ദിവസത്തെ പരിശീലനമാണ് സംഘടിപ്പിക്കുന്നത്. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാ യുവജന കേന്ദ്രം ബയോ നാച്ചുറൽ ക്ലബിന്റെ സഹകരണത്തോടെ തൃശൂരിൽ സംഘടിപ്പിച്ച സൈക്കിൾ റാലി മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് റാലിയെന്ന് മന്ത്രി. വൈദ്യുതി ചാർജ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ജനതാദൾ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSEB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. നാഷണൽ ജനതാദൾ ജില്ലാ പ്രസിഡന്റ് CM കുഞ്ഞിമൊയ്തു ഉദ്ഘാടനം ചെയ്തു. അട്ടപ്പാടി ഊരുകളിൽ പോഷകാഹാര ബോധവത്കരണവുമായി നമത് കനവ എന്ന പേരിൽ ഗോത്രഭാഷാ നാടകവണ്ടി പര്യടനം ആരംഭിച്ചു. യുണിസെഫിന്റെ സഹായത്തോടെ ആദിവാസി കൂട്ടായ്മയായ തമ്പിലെ കലാകാരന്മാരാണ് നാടകവണ്ടിക്ക് നേതൃത്വം നൽകുന്നത്. പാലക്കാട് ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂളിൽ SPC JRC യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവത്കരണ റാലി സംഘടിപ്പിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ N. ശ്രീനിവാസൻ, SPC ANO കൃഷ്ണശേഖർ എന്നിവർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ലഹരിയും യുവതയും ലഹരി സർഗാത്മകത കൂട്ടുമോ എന്നീ വിഷയങ്ങളിൽ പ്രഭാഷണം, ബോധവത്കരണ ക്ലാസ് ഉൾപ്പെടുത്തി ചെമ്പൈ സംഗീത കോളേജിൽ ലഹരി വിരുദ്ധ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ പ്രൊഫസർ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഫയൽ അദാലത്ത് ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ നിർവഹിച്ചു. സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ വകുപ്പിന് കീഴിൽ ഫയലുകൾ തീർപ്പാക്കാനുള്ള തീവ്രയജ്ഞം തുടരുമെന്ന വിദ്യാഭ്യാസ ഉപഡയറക്ടർ. പാലക്കാട് ജില്ലയിൽ സർക്കാരിന്റെ രേഖാമൂലമുള്ള അനുമതിയില്ലാതെ നടത്തുന്ന എല്ലാത്തരം മോട്ടോർ വാഹന റേസിംഗ് മത്സരങ്ങളും നിരോധിച്ചു. ജില്ലയിൽ അനധികൃതമായി സംഘടിപ്പിക്കുന്ന ഓഫ് റോഡ് റേസ് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി.
മലപ്പുറം തട്ടാൻ സർവീസ് സൊസൈറ്റി ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ജില്ലാ പ്രസിഡന്റായി വാസുദേവൻ പാണ്ടിക്കാടിനെയും ജില്ലാ സെക്രട്ടറിയായി പ്രേംനാഥ് കൂട്ടിലങ്ങാടിയും ട്രഷററായി ബാലകൃഷ്ണനെയുമാണ് തെരഞ്ഞെടുത്തത്. പ്രമുഖ പരിസ്ഥിതി സംഘടനയായ ഓയിസ്ക ഇന്റർനാഷണൽ തിരൂർ ചാപ്റ്ററും IHT കമ്പ്യൂട്ടർ കോളേജും സംയുക്തമായി ലോക ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. എക്സൈസ് SIO സജിത ഉദ്ഘാടനം ചെയ്തു. SSF മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി എഡരിക്കോ ഡിക്കോ ഇസ്ലാമിക് തോട്ട് സെമിനാർ സംഘടിപ്പിച്ചു. പരിസ്ഥിതി കൂട്ടായ്മ ജില്ലാ ചെയർമാൻ P സുന്ദരരാജ് ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് സാഗർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ബൈക്ക് റാലി സംഘടിപ്പിച്ചു. വേങ്ങര SI രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്ലബ് പ്രസിഡന്റ് വലീദ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. മലപ്പുറത്ത് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. BDK എറനാട് താലൂക്ക് കമ്മിറ്റിയും ലാവിസ്റ്റ സ്പോർട്സ് ആൻഡ് വെൽഫെയർ ക്ലബ്ബും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. 51 പേർ രക്തം ദാനം ചെയ്തു. സ്വകാര്യ ബാങ്ക് ജീവനക്കാരെ മുക്കുപണ്ടം നൽകി കബളിപ്പിച്ച് 2.2 ലക്ഷം രൂപ തട്ടിയ കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. പിടിയിലായത് വേങ്ങര സ്വദേശി K ശംസുദ്ദീൻ, കൂട്ടിലങ്ങാടി സ്വദേശി P മുനീർ എന്നിവർ. സംഭവത്തിൽ കാടാമ്പുഴ സ്വദേശി മുഹമ്മദ് ഫൈസൽ അറസ്റ്റിലായിരുന്നു. SSLC +2 ഉന്നത വിജയികളെയും ദേശീയ മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് മെഡൽ ജേതാക്കളെയും സാമൂഹ്യ പ്രവർത്തകരെയും അനുമോദിച്ചു. പരിപാടി സംഘടിപ്പിച്ചത് CPIM കക്കാട് ബ്രാഞ്ചിന്റെയും DYFI കക്കാട് യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ. MSF വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പദ്ധതിക്കെതിരായ ക്രമക്കേട് ആരോപണം നേരിടാൻ ഗുണഭോക്താക്കളുടെ സംഗമവുമായി MSF സംസ്ഥാന കമ്മിറ്റി. എജു കഫേ സ്കോളർഷിപ്പിന്റെ ഭാഗമായി ലഭിച്ച വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് വിൽപ്പന നടത്തിയെന്ന ആരോപണത്തിന് മറുപടിയായാണ് സംഘം. വിസ്ഡം എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന എജുപീഡിയ ഗ്ലോബൽ കരിയർ എക്സ്പോയ്ക്ക് കൊണ്ടോട്ടിയിൽ തുടക്കം. രാജ്യത്തും വിദേശത്തുമുള്ള ഉന്നത പഠന സാധ്യതകൾ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് കരിയർ കൗൺസിലിംഗ് നൽകും. മലപ്പുറം മഅദീൻ അക്കാദമിക്ക് കീഴിലുള്ള മിംഹാർ മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ 5ാം വാർഷിക പരിപാടികളുടെ പ്രഖ്യാപനം ചെയർമാൻ ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി നിർവഹിച്ചു. മലബാറിലെ സ്കൂളുകൾ, കോളേജുകൾ, പ്രധാന കവലകൾ എന്നിവ കേന്ദ്രീകരിച്ച് ലഹരിക്കെതിരെ ബോധവത്കരണ സൈക്കിൾ യാത്ര, സൗജന്യ സൈക്യാട്രിക് ഹോം കെയർ, പഠന വൈകല്യ നിർണയ ക്യാമ്പുകൾ എന്നിവ സംഘടിപ്പിക്കും. അഗ്നിപഥ് പദ്ധതിക്കെതിരെ കോൺഗ്രസ് കോട്ടക്കൽ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടക്കൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സത്യഗ്രഹ സമരം സംഘടിപ്പിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി PCA നൂർ ഉദ്ഘാടനം ചെയ്തു. ശ്രദ്ധേയമായി പോളിടെക്നിക് വിദ്യാർത്ഥികളുടെ പ്രോജക്ട് എക്സ്പോ കോട്ടക്കലിൽ മരവട്ടം മലബാർ പോളിടെക്നിക് കോളേജിലെ മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിലാണ് പ്രോജക്ട് എക്സ്പോ സംഘടിപ്പിച്ചത്. നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസസ് നടത്തിയ PG ഡിഗ്രി പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ മമത മനോഹർ അഖിലേന്ത്യാ തലത്തിൽ 1ാം റാങ്കും സ്വർണ്ണ മെഡലും നേടി. കേന്ദ്ര ഭൂജല ബോർഡ് ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി കോഴിക്കോട് സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ ബോധവത്കരണ സെമിനാർ നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു. ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച 14ാം വാർഡ് മൂക്കളിൽ പാത്തിച്ചാൽ റോഡ് പഞ്ചായത്ത് പ്രസിഡന്റ് K സുനിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം വിനീത മനോജ് അധ്യക്ഷത വഹിച്ചു. കക്കോടി ഗ്രാമപഞ്ചായത്ത് ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി ഞാറ്റുവേല ചന്ത, കർഷക സഭ എന്നിവ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KP ഷീബ അധ്യക്ഷയായി. വിശ്വാസിയായതിൽ അഭിമാനിക്കാമെന്ന തലവാചകത്തിൽ SSF കോഴിക്കോട് ഡിവിഷൻ കമ്മിറ്റിക്ക് കീഴിൽ നേതൃസംഗമം നടത്തി. പ്രവാചകൻ മുഹമ്മദ് നബിയെ അപകീർത്തിപ്പെടുത്തി രാജ്യത്തെ കലാപ കലുഷിതമാക്കാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കണമെന്ന സംഗമത്തിൽ ആവശ്യം. കാസർഗോഡ് ഉപ്പളയിലെ വർക്ക്ഷോപ്പിൽ കവർച്ച നടത്തിയ കേസിൽ പ്രതിപിടിയിൽ പത്തോടി സ്വദേശി സമദിനെയാണ് മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്. കാസർഗോഡ് ചന്ദ്രഗിരിയിൽ റോഡിൽ രൂപപ്പെട്ട കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. ഒരാഴ്ചയ്ക്കകം നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്ന് അധികൃതർ. കാസർഗോഡ് കാഞ്ഞങ്ങാട് പ്രവാസിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പരക്കളായി സ്വദേശി പ്രകാശനാണ് മരിച്ചത്. 4 ദിവസം മുൻപാണ് പ്രകാശൻ വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയത്.
ലഹരി വിരുദ്ധ ബോധവത്കരണത്തിന്റെ ഭാഗമായി ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ച കാസർഗോഡ് കുണ്ടുംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് കേഡറ്റുകൾ ബേഡെടുക്ക സബ് ഇൻസ്പെക്ടർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എന്റർടൈൻമെന്റ് ന്യൂസ്. ഹോളിവുഡ് ഹൊറർ ത്രില്ലർ ചിത്രം ബാർബേറിയന്റെ ട്രെയിലർ പുറത്തുവിട്ട അണിയറ പ്രവർത്തകർ ജോർജീന കാമ്പൽ, ജസ്റ്റിൻ ലോങ്, റിച്ചാർഡ് ബ്രേക്ക് എന്നിവർ പ്രധാന വേഷത്തിലെത്തും. ബീഹാറിലെ ബിജെപി അധ്യക്ഷന്റെ ബന്ധുവിന്റെ പെട്രോൾ പമ്പ് പ്രക്ഷോഭകാരികൾ കത്തിച്ചുവെന്ന് വ്യാജ പ്രചാരണം. പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ ബീഹാറിൽ നിന്നുള്ളതല്ല. ഹരിയാനയിലെ പൽവാൽ ജില്ലയിലെ ദൃശ്യങ്ങളാണ് തെറ്റായ തലക്കെട്ടോടെ പ്രചരിക്കുന്നത്. ദേശീയപാത 19 നടന്ന അക്രമങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇവ. ലേറ്റസ്റ്റ് ന്യൂസ്. യുക്രൈനിലെ ഷോപ്പിംഗ് മാളിന് നേരെ റഷ്യൻ ആക്രമണം. 16 പേർ മരിച്ചെന്ന വിവരം. 59 പേർക്ക് പരുക്ക്. വടക്കുകിഴക്കൻ മേഖലയുടെ ശക്തി വർദ്ധിച്ചാൽ രാജ്യത്തിന്റെ ശക്തി ദൃഢമാകുമെന്ന് കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ചുമാകെഡ്മയിലെ നോർത്ത് ഈസ്റ്റ് അഗ്രി എക്സ്പോ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാകിസ്ഥാനിൽ ഊർജ്ജ പ്രതിസന്ധി തുടരുന്നു. ജൂലൈയിൽ ലോഡ് ഷെഡിംഗ് സമയം വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. എത്യോപ്യക്കെതിരെ UN രക്ഷാസമിതിയിൽ പരാതി നൽകാനൊരുങ്ങി സുഡാൻ. പരാതി 7 സുഡാനീസ് പട്ടാളക്കാരെയും ബന്ദിയാക്കിയ ഒരു പൗരനെയും കൊലപ്പെടുത്തിയത്. മുംബൈ കുർളയിൽ 4 നില കെട്ടിടം തകർന്നു. ഒരാൾ മരിച്ചു. 8 പേരെ രക്ഷപ്പെടുത്തിയതായി വിവരം. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു. 100 ന്യൂസ് പൂർണ്ണമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.